ഹായ് കൂട്ടുകാരെ, പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പയർ കൃഷിയെക്കുറിച്ചാണ്. അപ്പോൾ ദാ നമ്മുടെ പയറൊക്കെ വളർന്ന് വള്ളിയൊക്കെ വീശി പന്തലിലോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിന് അടുത്തൊരു വളപ്രയോഗം ചെയ്യേണ്ട സമയം ആയിട്ടുണ്ട്. അപ്പോൾ ഈ പയറിൻ്റെ വിത്ത് നടുന്നതും അതുപോലെ തന്നെ തൈ നടുന്നതും പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞ് കൊടുത്തൊരു വളപ്രയോഗമൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ വീണ്ടും 10 ദിവസം കഴിഞ്ഞ് ഇതാ പന്തലിലോട്ട് വള്ളി വെച്ച് കയറി തുടങ്ങി. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിന് വളം കൊടുക്കേണ്ട ഒരു സമയം ആയിട്ടുണ്ട്. അപ്പോൾ ആ വളം എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങുന്ന ഈ സമയത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളപ്രയോഗമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അതായത് ചാരം കൊണ്ടുള്ളൊരു വളമാണ് കേട്ടോ. അപ്പോൾ ചാരം എങ്ങനെയാണ് നമ്മുടെ പയർ ചെടികൾക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു ചട്ടി ചാരം എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചട്ടി ഉണങ്ങിയ ചാണകപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതേ അളവിൽ തന്നെ മണ്ണും എടുത്ത് വെച്ചിട്ടുണ്ട്. മണ്ണ് ഇനി കുറച്ച് കൂടുതൽ എടുത്ത് വെച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ ഒരേ അളവിൽ തന്നെ എടുക്കണം. ഇത് മൂന്നും വെച്ച് നല്ല പോലെ മിക്സാക്കി എടുക്കണം. എന്നിട്ട് വേണം ഇത് ചെടികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മളിതൊന്ന് മിക്സാക്കാൻ വേണ്ടി വലിയൊരു പാത്രത്തിലോട്ട് ഇത് ഒഴിക്കാം കേട്ടോ. അപ്പോൾ അതാ ചാരം ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ഉണങ്ങിയ ചാണകപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഈ ചാണകപ്പൊടി ഇല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ അല്ലെങ്കിൽ കോഴി വളമോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് വെച്ചാൽ അതെടുക്കാം. എൻ്റെ കയ്യിലുള്ളത് ചാണകപ്പൊടിയാണ്. അപ്പോൾ അതാ ഒരു ചട്ടി മണ്ണ് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. മണ്ണ് ഞാൻ കൂടിച്ചിട്ടൊന്നും ഒരു കുഴപ്പവുമില്ല. ഇത് മൂന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് വേണം ഇത് ചെടികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ ചാരം ചെടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ചാരവും വളവും മണ്ണും മിക്സാക്കിയതിന് ശേഷം ചെടികൾക്ക് കൊടുക്കുക. ചീരക്ക് മാത്രം ഇതിട്ട് കൊടുക്കേണ്ട കേട്ടോ. ചീരയല്ലാത്ത എല്ലാ ചെടികൾക്കും ഇതിട്ട് കൊടുക്കാം. ചീരക്ക് ഇട്ട് കൊടുത്താൽ ചീര പെട്ടെന്ന് പൂത്തു പോകും. അപ്പോൾ അതാ നമ്മുടെ വള്ളിയൊക്കെ വെച്ച് പൂവൊക്കെ ഇട്ട് തുടങ്ങി ഈ ചെടിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ പന്തലിലോട്ട് പയറൊക്കെ വള്ളി വെച്ച് കയറുമ്പോൾ ഇതുപോലെ വള്ളി നമ്മൾ കയറിലോട്ട് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ അതങ്ങനെ അവിടെ പടർന്ന് പിടിച്ചോളൂ. അതുപോലെ തന്നെ അതിൻ്റെ തുമ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ വീണ്ടും പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് അതിലൊക്കെ നിറയെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് നോക്കാം. ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ ഉണങ്ങിയ പുല്ലും കരിയിലൊക്കെ ഇട്ട് പുതയിട്ട് കൊടുത്തതായിരുന്നു കേട്ടോ. നല്ല വെയിലാണല്ലോ. അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ കൈ വെച്ച് തന്നെ നമുക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് വളം ഇട്ട് കൊടുക്കുക. എന്നാൽ പെട്ടെന്ന് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം വേര് വലിച്ചെടുത്തോളും. നമ്മൾ ഇടയ്ക്കൊക്കെ മണ്ണൊക്കെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കൈവച്ച് ഇളക്കി കൊടുക്കണം. എന്നാലേ നമ്മൾ കൊടുക്കുന്ന വളം അവർക്കത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാ ഈ ചാരവും മണ്ണും വളവും ചേർത്ത് ഈ വളം ഇതുപോലെ ഓരോ ചട്ടി ചുവട്ടിലിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് വീണ്ടും മണ്ണൊന്നും ഇട്ട് കൊടുക്കേണ്ട. നമ്മൾ മണ്ണും കൂടെ ചേർത്താണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലോട്ട് കരിയില കൊണ്ടൊക്കെ പുതയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ട നമ്മുടെ ഈ ഒരു ഭാഗത്ത് പാവലും പടവലൊക്കെ അതാ പന്തലിലോട്ട് കയറി തുടങ്ങിട്ടോ. അപ്പോൾ അതിൻ്റെ വളപ്രയോഗമൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇവിടെ കുറച്ച് സിമൻറ്റിൻ്റെ ചാക്കിലും പഴയ ബക്കറ്റിലൊക്കെ കുറച്ച് പയർ നട്ട് കൊടുത്തിരുന്നു. മുറ്റത്ത് നട്ടാണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഈ വളം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ വള്ളി പന്തലിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഉണങ്ങിയ കരിയില ശീമക്കൊന്ന ഇലൊക്കെ ഇട്ട് കൊടുത്തതായിരുന്നു. ഇതിലൊക്കെ പയറ് കായ്ച്ചും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പയറൊക്കെ കായ്ക്കൂട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്നൊക്കെ വിളവും കിട്ടും. മുമ്പ് ഞാൻ ഒരുപാട് തവണ ഈ ചാരം കൊണ്ടുള്ള ഈ വളപ്രയോഗമൊക്കെ കാണിച്ചിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ ചാരം ഇതുപോലെയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ. ഈ ചാരം ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചാരം കമ്പോസ്റ്റാക്കി വേണമെങ്കിൽ അങ്ങനെയും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ഉണങ്ങിയ കരിയിലൊക്കെ ഒന്ന് മാറ്റി ചെറുതായിട്ട് മണ്ണൊക്കെ ഇളക്കി കൊടുത്തിട്ട് വേണം ഇതുപോലെ വളങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതാ നമ്മൾ മണ്ണൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ വേരൊന്നും പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇട്ട് കൊടുക്കുക. അപ്പോൾ മണ്ണൊക്കെ നല്ല
ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രോ ബാഗിലൊക്കെ ഞാൻ കൂടുതലും ഉണങ്ങിയ കരിയില നിറച്ചിട്ടാണ് ഈ തൈകളൊക്കെ നട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ മണ്ണൊന്നും കട്ട പിടിക്കാറില്ല. മണ്ണ് നല്ലൊരു ഇളക്കമുള്ള മണ്ണായി കിട്ടും. എന്നിട്ട് നമ്മൾ വളമിട്ട് കൊടുത്ത് വീണ്ടും അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഉണങ്ങിയ കരിയിലകളൊക്കെ ഇട്ട് കൊടുക്കുക. ഉണങ്ങിയ കരിയിലൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ എപ്പോഴും നല്ലൊരു നനവ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ ചുവട്ടിലും നമുക്ക് ഇതുപോലെ മണ്ണൊക്കെ ഇളക്കി വളം ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ പയർച്ചെടിയിൽ കാണുന്ന പ്രധാന കീടങ്ങളാണ് മുഞ്ഞ, ചായ്, ഉറുമ്പ്. അപ്പോൾ നമ്മൾ രോഗം വരാനായിട്ട് നിൽക്കരുത്. നമ്മൾ ആഴ്ചയിൽ 2 തവണ വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ഒരു പിടി ചാരം ചേർത്ത് അതും നമുക്ക് തളിച്ചു കൊടുക്കുക. ഒരു പരിധി വരെ കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ആഴ്ച 2 തവണ വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം തളിക്കുക. അല്ലെങ്കിൽ ബിവേറിയ എന്ന് പറയുന്ന ജൈവ ഒരു കീടനാശിനിയുണ്ട്. എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊരു 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് ഇഷ്ടംപോലെ പയർ വിളവെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓരോ 10 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ വളങ്ങൾ കൊടുക്കുക. ഇനി ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ജൈവ സ്ലറി കൊടുക്കുക. അതായത് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി അതും ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമ്മൾ പയർ വിളവെടുക്കാനായിട്ട് സാധിക്കും. ജൈവ സ്ലറി ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിരുന്നു. സൂപ്പർ വളമാണ് കേട്ടോ. പയറൊക്കെ ഇഷ്ടംപോലെ പിടിക്കാനൊക്കെ നല്ലതാണ് ഈ ജൈവ സ്ലറി. അതേപോലെ തന്നെ 10 ദിവസം കൂടുമ്പോൾ സ്യൂഡോമോണസ് കലക്കി ഒഴിച്ച് കൊടുക്കുക. സ്യൂഡോമോണസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പയറിൻ്റെ പെട്ടെന്നുള്ള വാട്ടം, അതുപോലെ തന്നെ വേരിച്ചീൽ, അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പയറൊക്കെ വിളവെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.